റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ നടക്കുന്ന ഈ പ്രധാനപ്പെട്ട സംഘർഷം ഇത് നിപ്രോ പ്രദേശത്ത് വളരെ തീവ്രമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നിപ്രോവോസ്കിനുള്ളിൽ റഷ്യ നുഴഞ്ഞു കയറി, അല്ലെങ്കിൽ ആ പ്രദേശങ്ങളെ നോക്കി റഷ്യൻ സൈന്യം വേഗത്തിൽ മുന്നേറുന്നു എന്നുള്ളത് അടുത്തിടെ റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രഖ്യാപനത്തിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. കൂടാതെ റഷ്യയുടെ ഭാഗത്തു നിന്ന് വരുന്ന മറ്റു വാർത്തകൾ, ടെലഗ്രാം ഗ്രൂപ്പ്സ്, അതായത് അവരുടെ അഫിലിയേറ്റഡ് ടെലഗ്രാം ഗ്രൂപ്പ്, ഫൈറ്റർ ബോംബർ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ്സിൽ നിന്നുള്ള ചില ഇൻഫർമേഷൻസ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ റഷ്യ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി, അല്ലെങ്കിൽ നിപ്രോവോസ്കിനുള്ളിൽ റഷ്യ നുഴഞ്ഞു കയറുന്ന ആ ഒരു രീതി എന്നത് പൂർണ്ണമായും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. 4 പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കൽ ടൗൺസിനെ ലക്ഷ്യം വെച്ച് ഒരു വി ഷേപ്പിൽ ഇവരുടെ ഫ്രണ്ട് ലൈൻ അവിടെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സ്ട്രാറ്റജിയാണ് അടുത്തിടെ കാർഖീവ് പ്രദേശത്തും റഷ്യ ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ, അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റഡ് സ്ട്രാറ്റജിയായി ഇവിടെ നിപ്രോവോസ്കിനുള്ളിലും അതേ സ്ട്രാറ്റജിയിലൂടെ പ്രവേശിച്ചിട്ടുണ്ട്. നിപ്രോവോസ്കിനുള്ളിലേക്ക് റഷ്യ മുന്നേറുന്ന ഈ ഒരു വേഗത എന്നത് കാർഖീവിൽ അവർക്ക് ലഭിച്ച ആ ഒരു വിജയത്തേക്കാൾ 2 മടങ്ങ് പുരോഗതിയിലാണ് ഇവിടെ ലഭിക്കുന്നത്. കാരണം അത് ആളുകൾ കൂടുതൽ ഇല്ലാത്തൊരു പ്രദേശം, അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന നഗരങ്ങളൊന്നും അധികമില്ലാത്തൊരു പ്രദേശം, സാബ്രോസീഷ്യയ്ക്കും നിപ്രോവോസ്കിനും ഇടയിലുള്ള പ്രദേശം, അതിർത്തിയോട് ചേർന്ന നദിക്കരയിലുള്ള ഒരു പ്രദേശം, ഇവിടങ്ങളിലെല്ലാം റഷ്യയ്ക്ക് ഇപ്പോൾ വളരെ വേഗത്തിൽ വിജയം ലഭിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. നിപ്രോവോസ്ക് ഒരു പ്രവശ്യ എന്ന രീതിയിൽ നോക്കിയാൽ ഉക്രൈന്റെ പക്കൽ ഉള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ പ്രവശ്യ എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, സാബ്രോസീഷ്യയെയും നിപ്രോവോസ്കിനെയും വിഭജിക്കുന്നത് നടുവിലുള്ള ഒഖ എന്ന റിവറാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു നദി, നിപ്രോവിൽ നിന്നും ശാഖയായി പിരിഞ്ഞു വരുന്ന ഒരു നദി. നദിയുടെ ആ വശത്ത് നിപ്രോവോസ്ക് പ്രദേശവും നദിയുടെ ഈ വശത്ത് സാബ്രോസീഷ്യ പ്രവിശ്യയും. ഇങ്ങനെ പ്രധാനപ്പെട്ട കണക്ടിംഗ് ജംഗ്ഷൻ ആണിതെന്ന് പറയാം. റഷ്യയ്ക്ക് സ്ട്രാറ്റജിക്കലി ഇത് വളരെ പ്രധാനപ്പെട്ട സ്ഥലം. കാര്യം കേഴ്സണിൽ സംഭവിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. തുടക്കത്തിൽ റഷ്യ കേഴ്സൺ പ്രദേശം പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളിൽ ഇറങ്ങി. പക്ഷേ ഈ നദിക്ക് അപ്പുറത്ത് ചെയ്യുന്ന പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങളെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഒരു ഒഫൻസീവ് മറുകരയിലേക്ക് ചെയ്യണം, അവിടെയുള്ള പട്ടാളക്കാരെ ആക്രമിക്കുക എന്നുള്ളത് അത്ര സാധാരണ കാര്യം അല്ല. അവിടെ ഈ ഒഫൻസീവ് ഓപ്പറേഷൻ ആരാണോ ചെയ്യുന്നത് അവർക്കായിരിക്കും കൂടുതൽ നഷ്ടം സംഭവിക്കുക. അതിനാൽ റഷ്യ ഇപ്പോൾ ചെയ്തത് ആദ്യം നദിക്ക് ഈ വശമുള്ള പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ തുടങ്ങി. പിന്നീട് ആ പ്രദേശത്തും നദി കടന്ന് അപ്പുറത്തേക്ക് ചെന്ന് ആക്രമിക്കാൻ തുടങ്ങി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ റീജിയണിലുള്ള ഈ ഓക്ക റിവർ എന്നത് വളരെ ആഴം കുറവുള്ളൊരു നദിയാണ്. ഒരു ചെറിയ അരുവി എന്ന് വേണമെങ്കിൽ പറയാം. ഈ നദി മുറിച്ചു കടക്കാൻ അവരുടെ പക്കലുള്ള ഈ പ്യാനിച്ച് ബ്രിഡ്ജ് എന്നത് അത്ര അത്യാവശ്യമായ ഒന്നാണ്. മാത്രവുമല്ല, നിപ്രോ പ്രവിശ്യയിൽ സാബ്രോസീഷ്യ നിപ്രോവോസ്കിന് ഇടയിലുള്ള ഈ പ്രദേശത്ത് മൊത്തം 60-ലധികം ചെറിയ ചെറിയ പാലങ്ങളുണ്ട്. ഇതിപ്പോ ഉക്രൈൻ നശിപ്പിക്കാതെ വിട്ടത് റഷ്യയ്ക്ക് വലിയൊരു നേട്ടമായി തന്നെ മാറിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ അവരുടെ ഫോഴ്സസിനകത്തേക്ക് അയക്കാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ ഉക്രൈൻ അന്നേ ആ പാലം നശിപ്പിച്ചിരുന്നെങ്കിൽ പോലും അത് ആഴം കുറവുള്ള ഒരു ആറായതുകൊണ്ട് തന്നെ റഷ്യ അവരുടെ റെഡിമെയ്ഡ് പാലംസ് എല്ലാം അവിടെ നിർമ്മിക്കുമായിരുന്നു. ഇതിനെ പാൻഡൻസ് ബ്രിഡ്ജ് എന്ന് പറയും. അതിനെ ഡെപ്ലോയ് ചെയ്യുന്നതിലൂടെ മറ്റിടങ്ങളിൽ മുന്നേറുന്ന വേഗതയേക്കാൾ റഷ്യ ഇവിടെ വളരെ വേഗത്തിൽ മുന്നേറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം മൂലക്കല്ലായി മാറിയത് ഈ ടാക്ചി എന്ന പ്രദേശമാണ്. നിപ്രോവോസ്കിലുള്ള അതിർത്തിയോട് ചേർന്ന ചെറിയൊരു ഗ്രാമം. അതൊരു വലിയ ടൗൺ അല്ല, അല്ലെങ്കിൽ ഒരു മിനി ടൗണും അല്ല, ഒരു ചെറിയ ഗ്രാമം. അവിടെ താമസിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ ഒരു 1000-1500 അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അവിടെ എത്ര പേർ ജീവിക്കുന്നു എന്ന് അറിയില്ല. ഈ പറഞ്ഞ ഡാറ്റ 2022 മുൻപുള്ളതാണ്. ഇപ്പോൾ ആ ഒരു പ്രദേശം റഷ്യ കീഴടക്കിയതിനാൽ ഉക്രൈൻ ചിന്തിക്കാൻ തുടങ്ങിയത് റഷ്യ അവിടെ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ് ചെയ്യുന്നത്. ഇതിനുശേഷവും അവർ മുന്നേറുകയില്ല. അങ്ങനെ മുന്നേറിയാൽ പോലും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഈ റിവർ ക്രോസ് ചെയ്ത് വരാൻ അവർക്ക് ഒരുപാട് സമയമെടുക്കും. അതിനുള്ളിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. ഇങ്ങനെ തെറ്റായൊരു കണക്കുകൂട്ടൽ നടത്തി. എന്നാൽ റഷ്യ ചെയ്തത് അതും കഴിഞ്ഞ് 2 പ്രധാനപ്പെട്ട പ്രവശ്യയെ ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തേത് ഈ ഗ്രാമത്തിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹാൽവിക പ്രദേശം, അതിന് തൊട്ടടുത്തുള്ള ഡിബ്രോ പ്രദേശം. ഇതിനടുത്ത് നോക്കിയാൽ ഇവിടെ നിന്നും കൃത്യം വടക്കിലോട്ട് പോകുന്ന നോവോപോളിക്ക പ്രദേശവും റഷ്യ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ 2 റീജിയനെയും ലക്ഷ്യം വെക്കുന്നത്? ഇത് രണ്ടിനുമുള്ള സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്? കാരണം ഇതിനകം ഈ ഡിബ്രോ പ്രദേശം എന്നത് നേരിട്ട് സെൻട്രൽ നിപ്രോവോസ്കിലേക്ക് മൂവ് ആകുന്ന ഒരു ഹൈവേ ഉള്ള പ്രദേശമാണ്. അതുപോലെ നോവോപോളിക്, ഇവിടെ നിന്നും മുകളിലേക്ക് പോയാൽ മിസോവ എന്ന നിപ്രോവോസ്കിന്റെ 2ാമത്തെ വലിയൊരു നഗരം,
ഒരു ക്രിട്ടിക്കൽ ജംഗ്ഷൻ, അവിടെയുള്ള ഹൈവേസ് പോക്രോവോസുമായി കണക്ട് ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ ഈ ആക്രമണമെല്ലാം അല്ലെങ്കിൽ ഈ മുന്നേറ്റമെല്ലാം ഈ ഹൈവേസിനെ പിടിച്ചെടുക്കുന്നതാണോ, അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി റഷ്യ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളത് റഷ്യയുടെ പദ്ധതി തന്നെയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണവും പറയാം. കാരണം മറ്റു പ്രദേശങ്ങളിൽ നടന്ന യുദ്ധത്തിനും ഈ നിപ്രോവോസ്കിനുള്ളിൽ നടക്കുന്ന യുദ്ധത്തിനും പല വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായും പറയണമെങ്കിൽ ആദ്യം അവർ പിടിച്ചെടുത്തതായി പറഞ്ഞല്ലോ ഒരു പ്രദേശം ഡാഷ്നെ. ഇതിനടുത്ത് ഫില്ലിയ എന്നൊരു ചെറിയ ഗ്രാമമുണ്ട്. ഈ ഫില്ലിയ എന്ന ഗ്രാമത്തിൽ നിന്ന് യാര, സിർഗ, ഇവാനിയോക ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഗ്രാമം. ഇതിൽ ഇവാനിയോക എന്നത് നിപ്രോവോസ്കിലുള്ള ഒരു പ്രദേശമാണ്. ഈ സിർഗ, സെലീനിയ, ഹൈവ ഇവയെല്ലാം ഈ വശത്തെ സാബ്രോസീഷ്യ ഫ്രണ്ടിലുള്ള പ്രദേശമാണ്. ഇതിനു മുൻപ് റഷ്യ ചെയ്തതെല്ലാം ഒരു സ്ഥലത്ത് നുഴഞ്ഞു കയറിയാൽ അവിടെ നിന്നും അവരുടെ ഫ്രണ്ട് ലൈൻ എക്സ്പാൻഡ് ചെയ്യും. അതായത് ഒരു സ്ഥലത്തെ പിടിച്ചെടുത്തിട്ട് ആ സ്ഥലത്തെ മറ്റു സ്ഥലങ്ങളിലേക്കുള്ള ഹബ്ബാക്കി മാറ്റും. അതിനെ ഒരു ജംഗ്ഷനാക്കി മാറ്റുകയും അവിടെ നിന്ന് വീണ്ടും നുഴഞ്ഞു കയറാൻ തുടങ്ങും. എന്നാൽ റഷ്യ ഇവിടെ ഫോളോ ചെയ്ത ഒരു തന്ത്രം അത് മറ്റൊരു രീതിയിലായിരുന്നു. സാധാരണയായി തന്നെ ഒരു സ്ഥലത്ത് നിന്നും ഡിഫൻസീവ് ലൈൻസിനെ തകർത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക അത് ബുദ്ധിമുട്ടാണ്. അതും ഒരു നദി നാച്ചുറൽ ബാരിയറായി ഉണ്ടെങ്കിൽ, സ്വാഭാവികമായി തന്നെ ഒരു മതില് പോലെ ആ നദി ഉണ്ടെങ്കിൽ അവിടെ അത്ര പെട്ടെന്ന് ഡിഫൻസ് ലൈൻസിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഞാനിപ്പോ പറഞ്ഞ ഇത്രയേറെ പ്രദേശങ്ങൾ ഉണ്ടല്ലോ, ഇവിടങ്ങളിലെല്ലാം നുഴഞ്ഞു കയറേണ്ട വഴികൾ റഷ്യ തന്നെ തയ്യാറാക്കി, റെഡിമെയ്ഡ് ബ്രിഡ്ജ് തയ്യാറാക്കി. എന്നിട്ട് 50-100 സൈനികർ ഒരു 10 ഗ്രൂപ്പായി തിരിയുന്നു. മൊത്തത്തിൽ ഒരു 800-1000 സൈനികരെ ഈ മിഷന് വേണ്ടി തയ്യാറാക്കി. ഇങ്ങനെ തയ്യാറാക്കിയ സൈനികർക്കെല്ലാം പൂർണ്ണ ആർട്ടിലറി സപ്പോർട്ട് നൽകുന്നു. ഒരു ടാക്ടിക്കൽ ആംഡ് ബ്രിഗേഡ്സ് ഇവർ ഫോം ആകുന്നു. ഇവർക്കുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് എല്ലാം നൽകുന്നു. ഞാൻ ഇതിനകം പറഞ്ഞു, ആൾ താമസമുള്ള ഒരുപാട് പേർ താമസിക്കുന്ന ഗ്രാമമൊന്നും അല്ല. അപ്പോൾ ഇവർ നുഴഞ്ഞു കയറുന്ന പ്രദേശങ്ങളെല്ലാം തുറന്നു കിടക്കുന്ന വ്യവസായ പ്രദേശങ്ങളും ചെറിയ ചെറിയ കാടുകളും വളരെ എളുപ്പത്തിൽ ഈസിയായി ഫോർവേഡായി അകത്തേക്ക് കയറാൻ കഴിയുന്നുണ്ട്. ഉക്രൈൻ ഡിഫൻസ് ഒന്നും അവിടെ ഇല്ല. അങ്ങനെ ഈ അതിർത്തി പ്രദേശത്തുള്ള 5-6 ഗ്രാമങ്ങളെ റഷ്യ പിടിച്ചെടുത്തു സാബ്രോസീഷ്യ ഫ്രണ്ടിൽ നിന്ന്. ഇപ്പോൾ ഈ 6 ഗ്രാമങ്ങളെ പിടിച്ചെടുത്തതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ഹോലിക്കയും വടക്കൻ പ്രദേശത്തുള്ള നോപോലിക്ക പ്രദേശവും ഇവരുടെ റഡാറിന് കീഴിൽ വരുന്നു. ഇവയ്ക്ക് രണ്ടിനും ഇടയിൽ ഏത് തരത്തിലുള്ള പ്രധാനപ്പെട്ട നഗരവും ഇല്ല, ഏതൊരു ക്രിട്ടിക്കൽ ഹൈവേസും ഇല്ല. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് റഷ്യ അവരുടെ സൈനികരെ അയക്കുന്നു. അങ്ങനെ വളരെ എളുപ്പത്തിൽ ആ വി ഷേപ്പിനിടെ അത് അവരെ കൊണ്ട് ചുറ്റി വളയാൻ കഴിയും. കാരണം ഇതിനിടയിൽ ഉക്രൈന്റെ ഡിഫൻസ് ഫോഴ്സസോ ഉക്രൈന്റെ ഡിഫൻസീവ് യൂണിറ്റ്സോ ഒന്നും തന്നെ ഇല്ല. ഇവയ്ക്ക് രണ്ടിനും ഇടയിലുള്ളത് തന്നെ ഒരു 8-9 ഗ്രാമങ്ങൾ മാത്രമാണ്, അതും ചെറുത്. അവിടെ വലിയ കണക്ടിവിറ്റി അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യാനുള്ള ക്രിട്ടിക്കൽ ഹൈവേസ് ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പോൾ പ്രധാനപ്പെട്ട ഈ ലൈഫ് ലൈൻ ആയിട്ടുള്ള ഹൈവേസിൽ റഷ്യ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഉക്രൈന് വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നോർമലായി ചിന്തിക്കും, നിപ്രോവോസ്കിൽ റഷ്യ ഓരോ ദിവസവും ചെറിയ ചെറിയ ഗ്രാമങ്ങളെ പിടിച്ചെടുക്കുന്നു. ഇതിനെ വെസ്റ്റേൺ മീഡിയാസ് ഒക്കെ കാണിക്കുന്നത് നോക്കുക, ഈ ഗ്രാമത്തിന്റെ മുഴുവൻ ചതുരശ്ര കിലോമീറ്റർ തന്നെ ഇത്രമാത്രം, ഒരു 5-6 അല്ലെങ്കിൽ ഒരു 100 പേരുള്ള ഒരു ഗ്രാമത്തെ റഷ്യ പിടിച്ചെടുത്തു. ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും സാധാരണയായി തോന്നുക? ഇതൊക്കെ ഒരു വലിയ വാർത്തയാണോ, ന്യൂസ് ആണോ? ചെറിയ ചെറിയ ഗ്രാമങ്ങളെ പിടിച്ചെടുത്തത് ഇത്ര വലിയ വാർത്തയാണോ? വെസ്റ്റേൺ മീഡിയാസ് ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇതൊക്കെ എന്തുകൊണ്ട് ന്യൂസായി മാറുന്നു എന്നൊക്കെ. പക്ഷേ പിടിച്ചെടുക്കുന്ന ഈ ഓരോ ഗ്രാമങ്ങൾക്ക് പിന്നിലും ഇത്രത്തോളം ഇന്റർ കണക്റ്റിംഗ് റൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്രാമത്തെ അവർ പിടിച്ചെടുക്കുന്നു, അതിന് പിന്നിലുള്ള സ്ട്രാറ്റജി നിങ്ങൾ നോക്കിയാൽ അത്ര വലിയൊരു കാര്യം തന്നെയായിരിക്കും. നിപ്രോവോസ്കിൽ അത്ര വലിയൊരു കാര്യമാണ് റഷ്യ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ നോവോപോലിക്ക പിടിച്ചെടുത്താൽ അടുത്ത റഷ്യ ലക്ഷ്യം വയ്ക്കാൻ പോകുന്നത് ഓൾവോമേരിക്ക, ഇതിനിടയിൽ ടാരാസിവിക്ക, ഫെഡോസിവിക്ക എന്നീ 2 പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ജംഗ്ഷനെ ആയിരിക്കും. അപ്പോൾ ഓരോ ഹബ്ബായി ഇവർ പിടിച്ചെടുക്കും തോറും ഓരോ സ്ഥലങ്ങളിലായി ഈ പ്രശ്നങ്ങളെല്ലാം വർദ്ധിക്കുമ്പോൾ അത് ഉക്രൈന്റെ സെൻട്രൽ നിപ്രോവോസ്ക് പ്രദേശത്തെ നോക്കി റഷ്യ മുന്നേറുന്നു എന്നാണ് കാണിക്കുന്നത്. കാർഖീവ് പ്രദേശത്ത് റഷ്യ അവരുടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിപ്രോവോസ്കിലും പ്രധാനപ്പെട്ട ഗ്രാമങ്ങളെ പിടിച്ചെടുക്കാൻ തുടങ്ങിയത് ഇതിനകം പ്രഷറിലായിരിക്കുന്ന സെലൻസ്കിക്ക് വീണ്ടും പ്രശ്നങ്ങൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ സെലൻസ്കിയുടെ റീസെന്റ് ട്വീറ്റ്സ് അല്ലെങ്കിൽ ഉക്രൈന്റെ കീവ് ഇൻഡിപെൻഡന്റ് പുറത്തുവിട്ട അടുത്തിടെയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാകും റഷ്യയെ നമുക്കൊണ്ട് എത്രത്തോളം ആക്രമിക്കാൻ കഴിയും, അല്ലെങ്കിൽ റഷ്യയെ നമുക്ക് എങ്ങനെയെല്ലാം പരാജയപ്പെടുത്താൻ കഴിയും. ഇതിനെക്കുറിച്ചൊക്കെ മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷേ നിപ്രോവോസ്കിനെ കുറിച്ച് ഏതൊരു ചെറിയ ന്യൂസ് പോലും അവർ നൽകുന്നില്ല. ഉക്രൈന്റെ ടെലഗ്രാം ചാനൽസും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കാണാൻ കഴിയില്ല. കാരണം ഇവിടെ ബാറ്റിൽ ഫീൽഡിൽ അത്ര വലിയ ടാക്ടിക്സ് മാറ്റി റഷ്യ ഉക്രൈനിൽ ഹെവി ആയിട്ട് തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അതിനാൽ ഈ ഒരു സമയത്ത് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയാണെങ്കിൽ അത് ഉക്രൈന്റെ വിശ്വസ്തത അവിടെ കുറയ്ക്കും. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വാർത്ത പോലും അവർ പുറത്തുവിടുന്നില്ല. 2 ആഴ്ചയ്ക്ക് മുൻപ് റഷ്യ ഒഫീഷ്യലായി തന്നെ അറിയിച്ചു, ഞങ്ങൾ ഇത്ര സ്ക്വയർ കിലോമീറ്റർ നിപ്രോവോസ്കിൽ പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു, ഇത്ര ഗ്രാമങ്ങളെ പിടിച്ചെടുത്തു എന്നും പറഞ്ഞു. അടുത്ത 2 ആഴ്ചയിൽ എനിക്ക് അറിയാവുന്നിടത്തോളം
റഷ്യൻ സൈഡ് മീഡിയാസ് പറഞ്ഞതായിക്കോട്ടെ, അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ലഭിക്കുന്ന ഈ ഡാറ്റാസ് ഒക്കെ വെച്ച് നോക്കിയാലും കുറഞ്ഞത് 11-13 ഗ്രാമങ്ങളെങ്കിലും, അതും ഈ നദിക്കരയിലുള്ള ഗ്രാമങ്ങളെ മാത്രം റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ടാകും. അപ്പോൾ നദിക്ക് ആവശ്യമുള്ള ഗ്രാമങ്ങളെ പിടിച്ചെടുത്ത് മുന്നേറുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും അത്ര വലിയ ഡിഫൻസ് ഇല്ല എന്നാണ് അർത്ഥം. വളരെ എളുപ്പത്തിൽ മുന്നേറുന്നുണ്ട്. പിന്നിലുള്ള ബാക്കപ്പ് സപ്പോർട്ടും അവർക്ക് അത്രത്തോളം ലഭിക്കുന്നുണ്ട്. ആറിന്റെ കര കടക്കുന്നത് വരെ മാത്രമാണ് ഉക്രൈൻ സേഫ്. എന്നാൽ ആ കര കടന്ന് മറുവശത്ത് എത്തി അതിനുശേഷവും അവരെ തടയാതെ വിടുകയാണെങ്കിൽ ഒരു ഹെവിയസ്റ്റ് ബാറ്റിൽ തന്നെ അവിടെ സംഭവിക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബാറ്റിൽ ഓഫ് നിപ്രോവോസ്ക് വളരെ സീരിയസ് ആയി മാറുന്നുണ്ട്. ഉക്രൈൻ ഇത് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ഇതിന് പിന്നിൽ ഇത്ര വലിയ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. നമ്മൾ തന്നെ ഇത്രത്തോളം സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്കുള്ളിൽ നടക്കുന്ന ഈ സംഭവങ്ങളിൽ എത്രത്തോളം നഷ്ടമുണ്ടാകുമെന്ന് അവർക്ക് തന്നെ അറിയാമായിരിക്കും. എന്നാൽ അറിഞ്ഞുകൊണ്ടും അവർ ശാന്തരായിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകണം. അതുമല്ല എങ്കിൽ ഏതോ ഒരു വലിയ ട്രാപ്പ് അവിടെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകണം. എന്നാൽ എന്തുതന്നെയാലും ഉക്രൈനോട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉക്രൈൻ നിയന്ത്രിക്കാതെ വിടുകയാണെങ്കിൽ ഒരു വലിയ ബാറ്റ് അവിടെ സംഭവിക്കുകയും വലിയ നഷ്ടങ്ങൾ അവർക്കുണ്ടാവുകയും ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.